രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിദേശ യാത്രയിലും ശരിയോ തെറ്റോ ജനാഭിപ്രായങ്ങളിലേക്ക്. നമ്മുടെ കേരള മുഖ്യമന്ത്രി ഒരു വിദേശ യാത്രയിലാണ്. അറിഞ്ഞിരിക്കുമല്ലോ, കേരളത്തിലെ ഒത്തിരി പ്രശ്നങ്ങൾ. ഇലക്ഷൻ കഴിഞ്ഞ ദിവസം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നു. അപ്പം ഒരു ഭരണാധികാരി ഈ സമയത്ത് വിദേശയാത്ര നടത്തുന്നത് സുഖവാസ യാത്ര എന്നാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അറിയുന്നത്. അത് ശരിയാണോ തെറ്റാണോ? എൻ്റെ അഭിപ്രായം തെറ്റായിട്ട് എനിക്ക് തോന്നുന്നു. അയാൾ ടൂർ അടിക്കുന്നത് ശരിയാണെന്ന് എൻ്റെ ശരിയായ നടപടിയല്ല. കാര്യം ഇവിടെ ഭരണസ്തംഭനം അല്ലെങ്കിൽ ഒത്തിരി വിഷയങ്ങൾ, വിവാദമായ ഒത്തിരി വിഷയങ്ങളുണ്ട്. ഈ സമയത്ത് പകരം ആർക്കും ചാർജ് പോലും ആയിട്ടില്ല എന്നുള്ള രീതിയിലൊരു അപ്പം ജനങ്ങളുടെ ഒരു അഭിപ്രായം തേടുകയാണ്. അത് പറഞ്ഞോളൂ. എൻ്റെ അഭിപ്രായം ഇങ്ങനെയുള്ള സമയത്ത് പോകുന്നത് ശരിയായ നടപടിയല്ല അല്ലെന്ന് എൻ്റെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര. അപ്പം പബ്ലിക് ഒപ്പീനിയൻ, ജനങ്ങളുടെ അഭിപ്രായം എന്ത്, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്? മുഖ്യമന്ത്രി ഇപ്പം ഈ രാജ്യം നേരിടുന്ന ഒരു വലിയ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വിദേശയാത്ര നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവിലുള്ളൊരു അഭിപ്രായം അതാണ്. പൊതുവിലുള്ള പലരും പറയുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഈ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഈ സമയത്ത് നടത്തുന്ന യാത്ര എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മര്യാദക്കേടാണെന്ന് പറയാം. മറ്റുള്ള സ്റ്റേറ്റുകളിൽ 3ാം ഘട്ടം 4ാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ജയിലിലായിരുന്ന മന്ത്രിമാർ വരെ പുറത്തിറങ്ങി രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ശരിയായ പ്രവണതയാണോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷം പറയുന്നത് തന്നെ ഇന്ത്യയിൽ ഇടതുപക്ഷം ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. ഈ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഈ പര്യടനം. മുഖ്യമന്ത്രി മാത്രമല്ല, മരുമകൻ അടക്കം വിദേശയാത്രയിലാണ്. അദ്ദേഹം ഒരു മന്ത്രിയാണ് കേരളത്തിൻ്റെ. അവരൊക്കെ ഈ സമയത്ത് ഒരു യാത്ര പോകുന്നത് ഒരു മലയാളികളോട് ചെയ്യുന്ന ഒരു മര്യാദക്കേട്, അതിനോടൊപ്പം കേരളത്തോട് ചെയ്യുന്ന ഒരു മര്യാദക്കേടായിട്ടാണ് അതിനെ കാണുന്നത്. വിദേശയാത്രയുടെ ഉദ്ദേശം സുഖവാസം എന്നാണ് പറയുന്നത്. പക്ഷെ സംസ്ഥാനത്തിന്റെ എന്തെങ്കിലും വികസനമായി കേരളത്തിലെ മുഖ്യമന്ത്രിമാരൊക്കെ വിദേശയാത്ര നടത്തിയിട്ടുണ്ട്, പലപ്പോഴും ഇതുപോലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഈ സമയം ആണ് ഞാൻ പറയുന്നത്. ഈ സമയം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് യോജിച്ചൊരു സമയത്തല്ല യാത്ര എന്നുള്ളതാണ് അഭിപ്രായം. വിദേശയാത്ര ഈ സമയത്ത് അതാണ് എൻ്റെ അഭിപ്രായം ചോദിച്ചത്. അതായത് നമ്മുടെ രാജ്യത്തൊരു തിരഞ്ഞെടുപ്പിന്റെ ഒരു സമയമാണ്. അപ്പോൾ രാജ്യത്തെ ഭരണാധികാരികൾ, വിവിധ സ്റ്റേറ്റുകളിലെ മുഖ്യമന്ത്രിമാർ, അതിൽ കേസിൽ ഉൾപ്പെട്ട് അകത്തുപോയ മുഖ്യമന്ത്രി വരെ ജാമ്യം നേടി തിരിച്ചു വന്ന് അവരുൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചരണം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു നേതാവും രാജ്യം വിട്ടു. ഈ സമയത്ത് ഇവിടെ നിൽക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ നിൽക്കണം. ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഒളിച്ചോട്ടം പോലെ പോയതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ CMന്റെ വിദേശയാത്രയെ കുറിച്ചാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഒരു 7 ഘട്ടങ്ങളിലായുള്ള തിരഞ്ഞെടുപ്പിൽ മറ്റു സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാവായ അദ്ദേഹത്തിൻ്റെ വിദേശയാത്ര എങ്ങനെ നോക്കിക്കാണുന്നു? അദ്ദേഹത്തിൻ്റെ വിദേശയാത്ര ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിക്കിപ്പം വിദേശത്ത് പോകണമെങ്കിൽ എനിക്ക് പോകാം. ഇപ്പം മുഖ്യമന്ത്രി വിദേശത്ത് പോയെന്ന് വെച്ചപ്പോൾ നമുക്ക് തന്നെ പുള്ളിയുടെ സ്വന്തം ചെലവിൽ പുള്ളിയും ഫാമിലിയായിട്ട് വിദേശത്ത് പോയി, അത്രയേ ഉള്ളൂ. പക്ഷേ മുൻകാലങ്ങളിൽ വിദേശയാത്ര മുഖ്യമന്ത്രിമാർ നടത്തുമ്പോൾ പകരം ആർക്കെങ്കിലും ചുമതല നൽകാറുണ്ട്. അത്തരമൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ. അതിനെങ്ങനെ കാണുന്നു? മുഖ്യമന്ത്രി പോയിട്ട് തിരിച്ചു പെട്ടെന്ന് വരുമെന്നുള്ള രീതിയിലായിരിക്കാം അടുത്ത ആൾക്ക് കൊടുക്കാതിരുന്നത്. സാധാരണ നമ്മുടെ 1 മാസത്തെ പര്യടനമൊക്കെയാണ് ചിലപ്പം ഏൽപ്പിക്കുകയായിരിക്കും. ഇപ്പം പോയിട്ട് ഇപ്പം ഒരു 15 ദിവസത്തിനകം തിരിച്ചു വരുന്നതുകൊണ്ട് വേണ്ട, പുള്ളി വന്നിട്ട് പുള്ളി തന്നെ തീരുമാനിച്ചു കാണും. മറ്റൊരാൾക്ക് വേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം, എവിടെ ഇരുന്നാലും നോക്കിക്കോളാം. അല്ല, ഏത് രാജ്യത്തായാലും. ഇപ്പോൾ ഇന്തോനേഷ്യയിലാണ് എന്നാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്തകൾ. അപ്പോൾ അതൊരു കേരളത്തിൻ്റെ വികസന സംബന്ധമായ ഒരു യാത്രയല്ല, പകരം ഒരു സുഖവാസ യാത്ര എന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത്. മാധ്യമങ്ങളെന്തും പറയാമല്ലോ. മാധ്യമങ്ങളുടെ സൃഷ്ടിയാണോ?
അതല്ല അങ്ങനെ ആയിരിക്കത്തില്ല. നമ്മളിപ്പം മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും മറ്റുള്ള മന്ത്രിമാരായാലും അവർ വിദേശയാത്രകൾ നടത്തുമ്പോൾ നമ്മൾ ഓരോ ആരോപണങ്ങൾ അവർ ഇന്നേന് പോയി എന്നുള്ള ഓരോ ആരോപണങ്ങൾ. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് അത് വിവാദമാകുന്നത്. ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണല്ലോ പുള്ളി പോയത്. മറ്റ് സ്റ്റേറ്റുകളിൽ ഇതുമായിട്ട് ബന്ധമില്ല. കേരളത്തിൽ മാത്രമല്ല ഉള്ളല്ലോ ഇടത്, മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നാണ് മുദ്രാവാക്യം. അതൊക്കെ പറഞ്ഞില്ല ഉള്ളൂ. പറച്ചില്ലേ ഉള്ളൂ. കേരളത്തിലാണ് ഇടതിന്റെ മെയിൻ കോട്ട, മറ്റുള്ള സംസ്ഥാനത്തൊക്കെ ചെറിയ ചെറിയ ഇതങ്ങളും. അതുകൊണ്ട് കേരളത്തിലെ ഇടതും കഴിഞ്ഞു പുള്ളി. നമ്മുടെ മുഖ്യമന്ത്രി ഒരു വിദേശ യാത്രയിലാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതാണ് പൊതുജനാഭിപ്രായം. പൂർണ്ണമായിട്ടും ശരിയാണെന്ന് പോകാം, കുഴപ്പമില്ല. പകരം ഇവിടെ മുഖ്യമന്ത്രിയുടെ ചാർജ് ആരും വഹിക്കുന്നില്ല. അത് അങ്ങനെ കൊടുക്കാതെ പോയത് ശരിയാണോ? അപ്പോൾ യാതൊന്ന് ഈ ലോകത്ത് ഏത് അമേരിക്കയിൽ ഒരു ബട്ടൺ അമർത്തിയാൽ എല്ലാ കാര്യം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അതൊരു പ്രശ്നമില്ല. ഇല്ല, ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ധൈര്യമായിട്ട് പോവാം. അപ്പം ധൈര്യമായിട്ട് പോവാം. ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ആൾക്കാർ പോകുന്നുണ്ട്. ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇത് ഉചിതമാണോ എന്നുള്ള ഒരു അഭിപ്രായം. അല്ല, പോകാൻ പാടില്ലായിരുന്നു. പിന്നീട് ഇതെല്ലാം ഇലക്ഷൻ്റെ ഡിക്ലെയർ എല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ പോകാൻ പാടില്ലായിരുന്നു. മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. മുഖ്യമന്ത്രി അവിടെ പ്രചരണത്തിന് പോകുന്നില്ല. അവിടെ പോവേണ്ടതാണ്. കേരളത്തിൽ ആകപ്പാടെ LDFിനുള്ളത് കേരളം മാത്രമാണ്. അവിടെ പ്രചരണത്തിന് പരമാവധി പോകാനുള്ളതിന് പകരം ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞാൽ തന്നെ നേരെ അങ്ങ് വച്ച് കെട്ടി അങ്ങ് വിട്ടു കുടുംബസമേതം. അത് അങ്ങേര് മാത്രം പോയെങ്കിലും വേണ്ടില്ല. അങ്ങേരെ പരിവാരം, അങ്ങേരെ കൂടെയുള്ള മന്ത്രിമാർ, 2 മന്ത്രിമാരും, മരുമോനും മോളും ഉണ്ട്. അതെന്തായാലും ആൾക്കാരൊക്കെ ഒരു ബാഡ് ഇംപ്രഷൻ തന്നെയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ കുറിച്ചാണ്. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി വിദേശയാത്ര പോയി. ശരിക്കും പബ്ലിക്കിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഒരു അഭിപ്രായം നമുക്ക് കാണുമല്ലോ. ഈ സമയം പ്രത്യേകിച്ച് രാജ്യത്തൊരു ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് രാജ്യത്തിൻ്റെ ഒരു ഇലക്ഷനിലെ ഇതിൽ ജനങ്ങളെ ബന്ധപ്പെടാനും സ്വാധീനിക്കാനും ഒക്കെ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി പോകുന്നത് തെറ്റാണെന്ന അഭിപ്രായമുണ്ട്. കാരണം ജനങ്ങളെ സേവിക്കാണ് ഇവര് ടൂർ പോയി കഴിഞ്ഞാൽ ശരിയല്ലല്ലോ. ശരിയാണോടിയല്ല, അത് പോയതിൽ തെറ്റില്ല. നമ്മളെ പോലെ ഒരു മനുഷ്യനില്ലേ, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പോകണം എന്നൊക്കെ ഉണ്ടായില്ലേ. അയാളുടെ മക്കളിനും കുട്ടികളിനോട് കൂടി കുടുംബസമേതം ഒരു ട്രിപ്പൊക്കെ ആവാം. അതിലേതൊരു തെറ്റില്ല. ചേട്ടൻ്റെ അഭിപ്രായം? ഞങ്ങളാളുടെ പണിയെല്ലാം കഴിച്ചു, തിരക്ക് കഴിച്ചു. രാജ്യത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നതാണ്. എല്ലാ റിസ്കും കഴിഞ്ഞു. ഇവിടുത്തെ തിരഞ്ഞെടുപ്പേ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കുഴപ്പമില്ല, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ആവശ്യമില്ല. പകരം ആർക്ക് ചാർജ് കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പകരം. പക്ഷെ ആ സമയത്ത് ഇന്തോനേഷ്യയിലാണ് മുഖ്യമന്ത്രി. ഇന്ത്യ ഇല്ല. ഇവിടുത്തെ കാര്യം കഴിഞ്ഞു. മറ്റുള്ള സ്റ്റേറ്റുകളിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം വേണ്ടേ? കറങ്ങിട്ട് വരട്ടെ, കുഴപ്പമില്ല. അല്ല, മുഖ്യമന്ത്രിക്കും ഒരു വിശ്രമം അല്ലെങ്കിൽ ഒരു ഈ ഇത്രയും പ്രായമായ ഒരാൾക്ക് ഒരു വിദേശയാത്ര കുടുംബസമേതം, അത് ഇത്രയും തിരക്കുള്ള ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു വിദേശയാത്രയൊക്കെ ആവാം, കുഴപ്പമൊന്നുമില്ല. ഇലക്ഷൻ ഇവിടുത്തെ കഴിഞ്ഞല്ലോ. ഇവിടത്തെ കഴിഞ്ഞെങ്കിലും ഇന്ത്യയിൽ 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ജയിൽ മോചിതനായി ജാമ്യത്തിലിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ രാജ്യത്ത് ഇലക്ഷന് വേണ്ടിയിട്ട് പ്രചരണത്തിലാണ്. അപ്പോഴാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിദേശത്ത് സുഖവാസ യാത്രയ്ക്ക് പോയെന്ന് പുറത്തു വരുന്ന വാർത്തകൾ. കേജ്രിവാൾ അതൊരു ഘടകം തന്നെയാണ്. അതിൻ്റെ ഒരു പ്രചരണത്തിനൊക്കെ പങ്കെടുക്കേണ്ടതായിരുന്നു. ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ പങ്കെടുക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രി. ആ സമയത്തുള്ള ഈ യാത്ര അനുചിതമാണെന്ന് തോന്നുന്നുണ്ട്. അവകാശമുണ്ട്, സ്വന്തം കാശിൽ യാത്ര ചെയ്യാനും പോകാനൊക്കെ ഉള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഭരണാധികാരിയാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ല, ഇപ്പോൾ ഇതൊരു ഘട്ടത്തിൽ ഇവിടെ ആവശ്യമായിരുന്നു. ഈ സമയത്ത് അതൊരു ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയം ആയതുകൊണ്ട്
ഇന്ത്യ ഇല്ലെങ്കിൽ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നാണ് മുദ്രാവാക്യം. ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഇന്തോനേഷ്യയിലേക്കുള്ള ഒരു യാത്ര. അതിനെ എങ്ങനെ കാണുന്നു? അതിനിപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ കഴിയും. ഇത് ശരിയാണോ തെറ്റാണോ? നമുക്ക് അന്ധമായ രാഷ്ട്രീയങ്ങളുണ്ടാവാം, പക്ഷെ അതിലുപരിയായി നമുക്കൊരു അഭിപ്രായം പറയാൻ കഴിയണം. ഇന്നത്തെ കാലത്തിലും ഇന്നത്തെ രാഷ്ട്രീയ ലെവലിലും മുഖ്യമന്ത്രി ഇവിടെ ഈ പ്രചരണത്തിലൊക്കെ പങ്കെടുക്കേണ്ടതായിരുന്നു. ഈ സമയത്ത് ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. യാത്ര ഒഴിവാക്കാമായിരുന്നു. കുറച്ച് ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് ആണെങ്കിൽ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം അല്ലേ? മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ കുറിച്ചാണ്. അത് ശരിയാണോ തെറ്റാണോ? ഭൂരിഭാഗം നേറ്റാണ് നോക്കുകയാണെങ്കിൽ ശരിയെന്നും പറയാം, തെറ്റെന്നും പറയാം. എനിക്ക് ഒറ്റ അഭിപ്രായം പറയാൻ കഴിയും. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇല്ലായിരുന്നു. രാജ്യത്ത് ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. അതെ, തീർച്ചയായിട്ടും. ആ സമയത്ത് ഒരു നാടിലെ ഭരണാധികാരികൾ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ പ്രക്രിയയിൽ നിൽക്കുന്നതാണ് പൊതുവേ ഉള്ളത്. ആ സമയത്തെ അത് ചികിത്സാർത്ഥമൊക്കെ ആണെങ്കിൽ സാധാരണ അത് അനിവാര്യമാണ്. തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ കേട്ടത് ഒരു സുഖവാസ യാത്ര എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അത് ശരിയാണോ തെറ്റാണോ? സുഖവാസയാത്രയ്ക്കായിട്ടല്ല അദ്ദേഹം പോയെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അദ്ദേഹം വേറെ എന്തോ ഒരു ഐഡിയ മനസ്സിൽ കണ്ടുകൊണ്ട് പോയത്. എന്തായിരിക്കും ഐഡിയ? എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ചെറിയൊരു സൂചന തരാമോ? ഇല്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഇപ്പോൾ ഇന്തോനേഷ്യയിലാണ് മുഖ്യമന്ത്രി ഉള്ളതെന്നാണ് ഇന്ന് നമ്മൾ അറിയുന്ന വാർത്തകൾ. കേരളത്തിൽ രാജ്യത്തൊരു വലിയൊരു തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ശരിയാണോ തെറ്റാണോ എന്നുള്ളത്? ശരിയാണോന്നോ അത് അയാളുടെ ഇഷ്ടമല്ലേ? അതിഷ്ടമാണ്. നമ്മുടെ ഒരു ഭരണാധികാരിയാണ്, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി. അതിന് മറ്റേ ആള് ഇതിന് പോയതല്ലേ, വെക്കേഷൻ പോയതല്ലേ? വെക്കേഷന് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നമ്മൾ വെക്കേഷൻ, നമ്മൾ രാജ്യം ഭരിക്കുന്നില്ല, പഞ്ചായത്തിൽ ഭരണമില്ല, MLA അല്ല, മന്ത്രിയല്ല, നമുക്ക് എവിടെയും പോവാം. അതുപോലെയാണോ ഒരു ഭരണാധികാരിക്ക്? അവർക്ക് പോകണമെന്നുണ്ടാവുമല്ലോ, അവർക്കും പോകണമെന്ന് ആഗ്രഹമുണ്ടാവും. അതുകൊണ്ട് പൊയ്ക്കോട്ടെ എന്നാണ്. അതിൽ വേറെ അഭിപ്രായമൊന്നുമില്ല. സമയത്തെ വിദേശയാത്ര ഉചിതമാണോ അനുചിതമാണോ എന്നുള്ളത് പബ്ലിക് ഒപ്പീനിയൻ. ഈ സമയം എന്ന് പറഞ്ഞാൽ എന്താ, മറ്റേ ഇലക്ഷൻ സമയം, ഇലക്ഷൻ്റെ പ്രോസസ്സ് കഴിഞ്ഞല്ലോ. പിന്നെ പുള്ളിക്ക് പേഴ്സണൽ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് പേഴ്സണലി എൻ്റെ അറിവിലില്ല. ഓക്കെ, ഇലക്ഷൻ്റെ പ്രോസസ്സ് കഴിഞ്ഞത് 1-2 ഘട്ടങ്ങളിലാണ്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു. ഈ ഇടയ്ക്ക് ഞാനതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടതാണ്. പുള്ളിയുടെ ഈ കുറച്ച് നാളത്തെ ഷെഡ്യൂളിന് ശേഷം വളരെ കുറച്ച് നാളുകൾക്ക്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പുള്ളി കുടുംബസമേതം പോയിട്ടുണ്ടെന്ന് പറയുന്നു. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല, ഒഫീഷ്യൽ ഡീറ്റെയിൽസ്. ഒരു വിനോദയാത്രയാണെന്നാണ് നമുക്ക്. ഇതൊന്നും ഒരു ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ വെളിയിൽ തെരഞ്ഞെടുപ്പുമായി യാതൊരു പറയത്തക്ക ബന്ധങ്ങളില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം ഈ ഒഴിഞ്ഞ് കിട്ടിയ സമയത്ത് അയാളുടെ വ്യക്തിപരമായ ഇത് സംസ്ഥാനത്തിന് നഷ്ടമില്ല. ഞാൻ CPM കാരനോ ഇടതുപക്ഷക്കാരനോ അല്ല. പക്ഷെ അതാണ് എൻ്റെ ആവശ്യമില്ലാത്ത വിവാദങ്ങളുണ്ടാക്കും. പക്ഷേ വിവാദം ഉണ്ടാവാൻ കാരണം ഒരു ഇലക്ഷൻ കാലത്തെ ഒരു പ്രചരണമാണ്. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നുള്ള ഒരു പ്രചരണം നടന്നു. ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഇന്തോനേഷ്യ. അതൊക്കെ സത്യമാണ്. ഇടതില്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് കേരളത്തെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിന് തന്നെ അറിയാലോ, കേരളത്തിന് പുറത്ത് ഇടതുപക്ഷം എത്ര പ്രസക്തമാണ്. കോൺഗ്രസിനെ കൂടാതെ ഇടതുപക്ഷമില്ല. തമിഴ്നാട്ടിലുണ്ടോ, ബംഗാളിലുണ്ടോ, ത്രിപുരയിലുണ്ടോ? അപ്പോൾ അതുമല്ല. അപ്പോൾ അതിൻ്റെ കുറിച്ചും അതിൻ്റെ ഒന്നും പേരിൽ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആ വിവാദത്തിൽ അർത്ഥമില്ല. പിന്നെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടുന്ന വഴികൾ ഉപയോഗിക്കും. കാര്യം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി റിസൾട്ട് വരാനായിട്ട് ഇനി അടുത്ത 4 ജൂൺ 4. അപ്പോൾ അതിനിടയിലുള്ള ഗ്യാപ്പിലായിരിക്കും ചിലപ്പോൾ പോയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം നടക്കുകയല്ലേ ചെയ്യുന്നത്. അവിടെയും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം അനിവാര്യമല്ലേ. മറ്റുള്ള മുഖ്യമന്ത്രിമാരൊക്കെ പല സ്റ്റേറ്റുകളിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുണ്ട്. നമ്മുടെ നാട്ടിൽ നടന്നു. അതുകൊണ്ട് അതുമായിട്ട് ബന്ധമില്ല എന്നൊരു ഒഴിഞ്ഞു മാറാൻ പറയാൻ പറ്റില്ല. അവർക്ക് ഈ റിസൾട്ടിന് മുമ്പേ കിട്ടിയ ഒരു ഗ്യാപ്പാണ്. അടുത്ത റിസൾട്ട് ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ നിന്ന് ഒരിടം പോകാൻ പറ്റില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് തിരിയേണ്ടി വരും. ഇപ്പം ആ കിട്ടിയ ഗ്യാപ്പിൽ അവർ പോയി ജസ്റ്റ് ഒന്ന് ഒരു വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ കണ്ടാൽ മതി. അത് മതി. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്തോനേഷ്യയിലും. അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും. ജനം തീരുമാനിക്കട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.